ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, പഴം നിറച്ചത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. തോലൊക്കെ നന്നായിട്ടൊന്ന് കറുത്ത് വന്നിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ പഴുത്തിട്ടുള്ള പഴം ഇവിടെ കുട്ടികളൊന്നും കഴിക്കാറില്ല. അപ്പം ഞാനിത് ഇങ്ങനെ സ്നാക്സ് ആക്കി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് പുഴുങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, അവലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത്. ഇത്രയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക ഒന്ന് ചതച്ച ശേഷം അതിൻ്റെ ആ ഒരു സീഡ് മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ സീഡായിട്ട് ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഏത്തപ്പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്തത് നല്ല മധുരം ഉള്ളതും ആയതുകൊണ്ട് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ശർക്കരയും വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏലയ്ക്ക് ഞാൻ വേറെ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുന്നില്ല, ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 പഴമാണ് ഇതിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുള്ളത്. ഒരു പഴം കൂടെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ആ ഒരു പഴം രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ കുട്ടികൾ കഴിക്കാതിരുന്നത് കൊണ്ട് ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. ഇതൊന്ന് പുഴുങ്ങിയ ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ചെറിയ കട്ടകളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തവിയൊക്കെ ഉപയോഗിച്ചാൽ മതി, മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഇത് ഉടച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദമാവ് ചേർക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകണ്ട. നമുക്ക് അത്യാവശ്യം പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ആവുമ്പോൾ മൈദമാവ് ആഡ് ചെയ്യുന്നത് നിർത്താം. അധികം പഴുക്കാത്ത പഴം ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മൈദമാവ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഞാനിത് മൈദാമാവൊക്കെ ചേർത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പഴം നിറച്ച് ആ ഒരു ഷേപ്പിലൊന്ന് തയ്യാറാക്കി എടുത്തേച്ചാൽ മതിയാകും. അപ്പോൾ കയ്യിൽ വെച്ച് ഈ ഒരു രീതിയിൽ ഇത് ആദ്യം ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഈ ഫില്ലിങ് കൂടെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കയ്യിൽ വെള്ളമോ എണ്ണയോ എന്തെങ്കിലും പുരട്ടിയ ശേഷം മാത്രം ഇത് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത് പറ്റിപ്പിടിക്കും. ഞാനിതുപോലെ ഫില്ലിങ്ങുകളെല്ലാം വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയാകും. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ചേർത്ത ശേഷം ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത ഒരു രീതിയിൽ വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ചേർക്കുന്ന സമയത്ത് ഈ ഫില്ലിങ് എല്ലാം പുറത്തേക്ക് വരും. ഞാൻ ഈ ഒരു രീതിയിൽ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സ്. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതിയാകും. ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ചേർത്തേച്ചാൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് പഴം ചേർത്തുണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് പോകും. അപ്പം പെട്ടെന്ന് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തതുപോലെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അധികം പഴുത്തു പോയിട്ടുള്ള പഴമൊന്നും മിക്കപ്പോഴും കുട്ടികളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും കുട്ടികൾക്ക് ചായയോടൊപ്പമൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ കഴിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്